ഹലോ ഡിയേഴ്സ്, നമസ്കാരം. നമുക്ക് നമ്മുടെ സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് മൊബൈൽ റീചാർജ് ചെയ്യുന്ന പുതിയൊരു വീഡിയോ ആണ്. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സേവ് ആപ്പ് ഓപ്പൺ ചെയ്യുക. സേവ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് റീചാർജ് ചെയ്യുവാനുള്ള ഫോൺ നമ്പറല്ല, നമുക്ക് സേവ് ആപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ഫോൺ നമ്പറും നമുക്ക് കിട്ടിയുള്ള പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് കൂടി അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ കൊടുക്കണം. തൊട്ട് താഴെ ലോഗിൻ ഉണ്ടാകും, ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ആപ്പ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ്സ്, റെസിറ്റ്, വാലറ്റ്, ബഡ്ജറ്റ്, ബില്ലിങ്, അസറ്റ്, ലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് 10-16 ഫീച്ചേഴ്സുകൾ കാണാം. ഇതിൻ്റെ കൂടെ തന്നെ യൂട്ടിലിറ്റി സർവീസുകളിലും മൊബൈൽ റീചാർജും DTH റീചാർജും താഴെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ മൊബൈൽ റീചാർജ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് മൊബൈൽ നമ്പർ, റീചാർജ് ചെയ്യുവാനുള്ള ഫോൺ നമ്പർ നമ്മൾ ഇവിടെയാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ എയർടെൽ, BSNL, VI, ജിയോ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ സിം ഏതാണ് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ജിയോ സെലക്ട് ചെയ്യുന്നു. ജിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജിയോയുടെ പ്ലാൻ ഇവിടെ കാണിക്കും. കംപ്ലീറ്റ് പ്ലാൻ, ഇതുവരെയുള്ള നമ്മൾ ചെയ്തിട്ടുള്ള പ്ലാനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നമ്മുടെ കമ്പനി സെഞ്ചുറി ഗൈഡ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്ലാനോ സേവ് ആപ്പിൻ്റെ പ്ലാനോ ഒന്നുമല്ല. ഞാൻ സാധാരണ ചെയ്യുന്ന ജിയോയുടെ പ്ലാനാണ്. 666 ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. വീണ്ടും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കുക. ഇതുപോലെ വരുമ്പം ഓക്കെ കൊടുക്കുന്നു. വേറെ ഒന്നും വേണ്ട. അടുത്ത പേജിൽ ചെയ്യുന്ന ആൾ പേര് ഇവിടെ കാണിക്കും, ഷംസുദ്ദീൻ AC. അതൊന്നും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാനൊന്നും വേണ്ട. ജസ്റ്റ് ചെക്കൗട്ട് അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്താൽ മതി. ആ ചെക്കൗട്ടിന് മുകളിൽ ടച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതുപോലെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഞാൻ ഇവിടെ UPI ടച്ച് ചെയ്യുന്നു. UPI കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ പേ ബൈ എനി UPI ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ മുകളിലാണ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത്, പേ ബൈ എനി UPI ആപ്പ്. അതിനുശേഷം നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, Paytm വഴിയൊക്കെ റീചാർജ് ചെയ്യാം. ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഗൂഗിൾ പേ വഴി സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ക്യാഷ് അയച്ചു കൊടുക്കുന്നത്. ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും, നിങ്ങൾക്ക് സ്ക്രീൻ കാണില്ല, കാരണം ഗൂഗിൾ പേയുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണത്. ക്യാഷ് അയച്ചു കൊടുത്താൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, റീചാർജ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ മാക്സിമം എല്ലാവരും സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് ഈ ഒരു അവസരം എത്തിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.